Good evening, ma'am. Good evening. Good evening, miss. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. ഓക്കെ, അപ്പോ എന്തായി വരുന്ന കാര്യമൊക്കെ എന്തായി? നിങ്ങള് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തില്ലേ? ഡേറ്റ് മാറിയ കാരണം ഞങ്ങൾക്ക് ഇപ്പൊ വരാൻ പറ്റില്ല. വിഷമിച്ചിരിക്കുകയാണ്. 28-ാം തീയതിയിലേക്ക് ആക്കി ഡേറ്റ്. ആദ്യം 1-ാം തീയതിയാണ് പറഞ്ഞിരുന്നത്. 1-ാം തീയതി ഒക്കെ ഓക്കെ ആയിരുന്നു, 60 പേരുണ്ടായിരുന്നു. ഇപ്പൊ 28-ാം തീയതിക്ക് ആക്കിയപ്പോ 30 പേരൊക്കെ ആയി തോന്നണു. അപ്പൊ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല കുറെ പേർക്കൊന്നും. ഓക്കെ, പിന്നീട് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ ഇനി 8-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 8-ാം തീയതി കുറെ പേർക്കൊക്കെ നോമ്പ് തുടങ്ങിയതിന്റെ ഇതായിരിക്കും. നോമ്പ് എടുത്തിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞു. 28-ാം തീയതി എന്താ വെച്ചാല് മിക്ക സ്കൂളുകളിലും ലാസ്റ്റ് ഡേ, എക്സാം തുടങ്ങല്, ആനുവൽ ഡേ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് 28-ാം തീയതി. അതാണ് പ്രശ്നം വന്നത്. എന്തായാലും നിങ്ങള് വരാൻ നോക്കും. നമ്മളൊരു എക്സാം ആണെങ്കിൽ അറ്റൻഡ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. സിഒക്കെ വരുന്നില്ലേ? അപ്പൊ സിആർജിഒക്കെ വരുന്നില്ലേ? ഇല്ല മിസ്, ഞാനും ഒക്കെയാണ്. പക്ഷെ എന്റെ കൂടെ വരുന്ന 2 പേരും ഇല്ല. ഞാന് തൃശ്ശൂർ ബോർഡറാണ്, മലപ്പുറം ബോർഡറാണ് ഞങ്ങള്. അപ്പൊ ഗുരുവായൂർന്നാണ് ബസ്. ഗുരുവായൂർന്ന് ആരോ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം ഉണ്ട് ദൂരം. അപ്പൊ തനിയെ എന്തായാലും വരില്ല. അപ്പൊ കൂടെ ഉള്ളവരില്ല. അങ്ങനെയാണ്. അപ്പൊ എന്താ ചെയ്യാൻ, നമ്മള് ഓഫീസിന്റെ ഒരു ആവശ്യമായതുകൊണ്ടാണ് എന്നാ ഒരു ഡേറ്റ് മാറ്റി വെക്കേണ്ടി വന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നിഷാമിസ് പറഞ്ഞ് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വരുന്നവര് എത്ര പേരാണ് ഇതിനകത്ത് വരുന്നവര് ഒന്ന് പറയാമോ? എത്ര പേര് 28-ന് വരുന്നുണ്ട്? ഞാനുണ്ട് മാം. ഇപ്പൊ എത്ര പേരുണ്ട്? മൊത്തം എത്ര പേരുണ്ടാവും? ഒരു ഓവർ കാൽക്കുലേഷൻ നോക്കിയാല്. സ്മിത ഇല്ലേ, എത്ര പേരുണ്ട്? ഒരു 30 ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്, ലിസ്റ്റ് കണ്ടിട്ട് 30 ഒക്കെ ഉണ്ട്. ഉണ്ടല്ലേ, ഓക്കെ. ഇപ്പൊ വരുന്നവര് റെക്കോർഡ് കൊണ്ടുവരിക കേട്ടോ. റെക്കോർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാല് അപ്പൊ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഓക്കെ, എല്ലാരും കൊണ്ടുവരില്ലേ? അപ്പൊ റെക്കോർഡ് കൊണ്ടുവരാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളൊരു കാര്യം ഞാൻ കുഴപ്പമുണ്ടോ? കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നേ, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേ. അപ്പൊ കുറെയൊക്കെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കംപ്ലീറ്റ് ആയി കൊണ്ടുവരാൻ പറ്റുമെങ്കിലും കൊണ്ടുപോയോ? നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ സമയത്തിനുള്ളിൽ? 28-ന് വരുവാണെങ്കിൽ 8-ന് എത്ര പേര് വരുന്നുണ്ട്? ഇനി 8-ാം തീയതി എത്ര പേര് വരുന്നുണ്ട് ഇതിനകത്ത്? 8-ാം തീയതി ലിസ്റ്റ് ഇതുവരെ 17 പേരാണ് ലിസ്റ്റ് വന്നിട്ടുള്ളൂ. ഇനിയും അറിയില്ല പേര് ആൾക്കാർ പേര് തരുമോന്ന്. വരുന്നേ ഉള്ളായിരിക്കാം. ഇന്ന് ഈവനിങ് വരെ 17 പേരെ ലിസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പോ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ റെക്കോർഡ് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പൊ മാർക്ക് തരുന്നതായിരിക്കും. അപ്പൊ തന്നെ നോക്കിയിട്ട് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും വർക്കോ, കാരണം ധാരാളമായിട്ട് കൊണ്ടുവരാനല്ല പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത്, ആർട്ട് വർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ഇന്ന് ചെയ്യാൻ ലൈവായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ അതിന്റെ വീഡിയോ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ടോ? ചെയ്തവർ എടുത്തു വെച്ചിട്ടുണ്ട്? എത്ര പേര് എടുത്തു വെച്ചിട്ടുണ്ട്? യെസ് മാം. എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ? അത് നിങ്ങള് ഞാൻ പറയുന്ന ഒരു നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മാം. ഞാൻ നമ്പർ പറയാം.
ഒന്നുകൂടി പറ മിസ്, കേട്ടില്ല ഫസ്റ്റ്. 70 12 72 41 75. ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. 70 കമന്റ് ചെയ്യുന്നുണ്ട്. 7012724175. സിൻരാജ് സാറിന്റെ നമ്പർ ആണിത്. ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോസ്. ഓക്കെ, പറയോ എന്ത് വീഡിയോസ് ആയിരുന്നു കേട്ടില്ല. ഞാനിവിടെ കമന്റ് ചെയ്യാം. ഞാനിവിടെ ടൈപ്പ് ചെയ്തിടാം. ടീച്ചറെ ഓരോ വീഡിയോയുടെ താഴെ എന്താന്നുള്ളത് മെൻഷൻ ചെയ്യണം. എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് നിങ്ങളുടെ പേര്, ബാച്ച് ഇതൊക്കെ ടൈപ്പ് ചെയ്ത് വിടുക കേട്ടോ. വേണം നിങ്ങളുടെ ബാച്ച്, നമ്പർ ഒന്നും കൂടെ പറയുമോ ടീച്ചർ? ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടൈപ്പ് ചെയ്തിട്ട് വിടാം. ഓക്കെ ടീച്ചർ. മൊഡ്യൂൾ 3യുടെ വർക്കാണോ പറയുന്നത്? മെസ്സേജ് ഇത് വാട്സാപ്പ് ചെയ്യാന് ഷെയർ ചെയ്യാൻ പറയുന്ന വീഡിയോ, അതോ അന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയാ ഒരു സോങ്ങിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആക്ഷൻ സോങ്, അതാണോ? ഏതാ പറഞ്ഞെന്ന് കേട്ടില്ല. മൊഡ്യൂൾ 3 പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട് നമുക്ക്. അപ്പൊ അതിനകത്ത് കുറെ പ്രാക്ടിക്കൽസ് നമുക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചു പേർക്ക്. പിന്നെ കുറച്ചു പേർക്ക് സ്മിത ഡിവൈഡ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പ്രാക്ടിക്കൽ, അതായത് ആ ഒരു ഇത് ചെയ്യാം, ആക്ടിവിറ്റി ചെയ്യാം. ദെൻ അതിനുശേഷം അതിന്റെ വീഡിയോ എടുത്ത് സേവ് ചെയ്ത് വെക്കുക. ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് അതൊന്ന് അയച്ചു കൊടുക്കുക. നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് രമ്യ? ഞങ്ങളെ ഇപ്പൊ ഇന്ന് ടീച്ചർ പറഞ്ഞ ആ വർക്കുകൾ കുറെ ഞങ്ങളെ നഴ്സറിലെ കുട്ടികളെയും കൊണ്ട് തന്നെ ചെയ്യിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഞാനും സരിത ടീച്ചറുണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അത് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് അയച്ചാൽ മതിയോ, അതോ ഒറ്റ ഇതിൽ തന്നെ രണ്ടുപേരും ഒരേ വീഡിയോ തന്നെ അയച്ചാൽ മതിയോ? അത് നിങ്ങളുടെ അനുസരിച്ച് അയച്ചാൽ മതി. ഒരു വീഡിയോ അയച്ചാൽ മതി, കുഴപ്പമില്ല. ഏതെങ്കിലും ഇപ്പൊ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ ഒരു വീഡിയോ മാത്രം അയച്ചാൽ മതി. അധികം ലോഡ് ആക്കണ്ട. നമ്മള് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി മതി കേട്ടോ. ഒരു ആക്ടിവിറ്റി ചെയ്താൽ മതി ഒരാള്. ഓക്കെ, അത്ര മതി. ഓക്കെ, ഇനി എന്താണ് പറയാനുണ്ടായിരുന്നേ? ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് എന്താന്ന് വെച്ചാല് ചെയ്യാം. ആരൊക്കെയാണ് റെഡി ആയിട്ടുള്ളത് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്? നമ്മള് കുട്ടികളെ ചെയ്യിച്ചൂടെ? ചെയ്യിച്ചിട്ട് വീഡിയോ എടുത്ത് അയച്ചൂടെ? കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വീഡിയോ എടുത്ത് അയച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് നിങ്ങളുടെ പേര് പറയണം, പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാച്ച് ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ എന്താണ് ആക്ടിവിറ്റി, ഏത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നമുക്ക് വെറുതെ എന്താ പറയാ ഒന്നും മിണ്ടാതിരുന്ന വീഡിയോ എടുക്കരുത്. കറക്റ്റ് ആയിട്ട് പറയും. ഇപ്പൊ സ്പൂണിങ് ആക്ടിവിറ്റി ആണെങ്കിൽ ആ സ്പൂണിങ് ആക്ടിവിറ്റി ഇന്നതാണ്, ഞാൻ ഇതിന് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ കറക്റ്റ് അത് എങ്ങനെയാണ്, അതായത് ബൗളിൽ നിന്ന് കോരിയെടുത്ത് അപ്പുറത്തെ ബൗളിലേക്ക് ഇടുന്നത്, അത് കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് വീഡിയോ എടുക്കുക കേട്ടോ. അതാണ് കൂടുതൽ നല്ലത്. ടീച്ചറെ, അപ്പൊ കുട്ടികളെ പറയിപ്പിച്ചിട്ട് അതോ നമ്മള് പറയണോ? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. കുട്ടികൾ ആക്ടിവിറ്റി ചെയ്തോട്ടെ, അവരതിനകത്ത് ശ്രദ്ധിച്ചിരുന്ന് ചെയ്തോട്ടെ. നമ്മൾ പറഞ്ഞാൽ മതി അവരുടെ കൂടെ. അവര് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ പറഞ്ഞ പോലെ താഴെ കളയാതെ ഇട് എന്നുള്ള അങ്ങനെ കമന്റ് അങ്ങനെ കൊടുത്താൽ മതിയോ? മതി മതി, അത് മതി. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ പറയണ്ടേ? നമ്മള് ഇംഗ്ലീഷിലാണ് നല്ലത് നമ്മൾ പറയുന്നത് എപ്പോഴും. പിന്നെ തീരെ പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മലയാളത്തിൽ പറയാം, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ.
രണ്ടുമൂന്ന് പേര് എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്റെ നമ്പറിലേക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് പറഞ്ഞത് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ശ്രമിക്കാം. ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കാം. ശ്രമിച്ചു നോക്കാം കേട്ടോ. ഓക്കെ. നമുക്ക് എന്നാല് ആക്ടിവിറ്റീസിലോട്ട് കിടക്കാം. ആരൊക്കെയാണ് ചെയ്ത് വന്നിട്ടുള്ളത്, ചെയ്യാനായിട്ട് പ്രിപ്പയർ ആയിട്ടുള്ളവരായിരിക്കുക? ഷേക്കിംഗ് ഹാൻഡ്സ് ഞാൻ ചെയ്യാം മാഡം. ആ, ഡൈപോറിംഗ് റെഡി. പിടിക്കൂ. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നിങ്ങൾ തന്നെ ചെയ്യാട്ടോ, ചെയ്തോളൂ. സുഭാഷ് കണ്ണൻ. സജിതാണ് മാം എന്റെ പേര്. സജിന. സജിത. ഓക്കെ. ഷേക്കിംഗ് ഹാൻഡ്സ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത്. ഹലോ, ഐ ആം സജിത. ഹൗ ആർ യു? താങ്ക് യു. കഴിഞ്ഞു മാഡം. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. ഡൈപോറിംഗ് എന്താ? ഡൈപോറിംഗ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. ഒരു സെക്കൻഡേ. ചെയ്യട്ടെ മിസ്സേ? ചെയ്തോളൂ. Thank you, miss. അടുത്തത് ആരാണ്? മാം ഞാൻ ചെയ്യാട്ടോ. Pouring water from jug to 3 unequal containers ആണ്. ഓക്കെ, മാറ്റ് പിന്നെ 3 unequal containers ആയിട്ട് 3 ഗ്ലാസസ് ആണ് എടുത്തിരിക്കുന്നത്. ജഗ് ഫുൾ ഓഫ് വാട്ടർ, പിന്നെ ഒരു കോട്ടൺ, പിന്നെ ഇത് വയ്ക്കാനുള്ള ട്രേ. ഇതാണ് ആവശ്യമുള്ള. നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ജഗ് എടുക്കുക, സപ്പോർട്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ചെയ്തിട്ട് വെള്ളം ഒഴിക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കരുത്. താഴെ പോയിട്ടുണ്ടെങ്കിൽ കോട്ടൺ വെച്ചൊന്ന് തുടയ്ക്കും. ഇതാണ് ഈ ആക്ടിവിറ്റി. ഓക്കെ, വെരി ഗുഡ്. ആരാണ് അടുത്തത്? മിസ് ഷെയർ സ്ക്രീൻ ചെയ്താൽ മതി. വീഡിയോ ഓൺ ആക്കണ്ടേ? ഷെയർ സ്ക്രീൻ എങ്ങനെയാണെങ്കിൽ കറക്റ്റ് അറിയില്ല. ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ മാം. ശരി. കാണുന്നുണ്ടോ? എന്തെങ്കിലും വരുന്നുണ്ടോ? വരുന്നുണ്ട്. കുറേയധികം ഫോട്ടോസ് വരുന്നുണ്ട്. വന്നില്ലേ?
മോളുടെ വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ മാം. ഓക്കെ, വെരി ഗുഡ്. നന്നായിരുന്നു. നല്ല മ്യൂസിക് ഉണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? മാം ഞാൻ ചെയ്യട്ടെ. സ്വീപ്പിംഗ്. ദീപ ആന്റണി എന്തായിരുന്നു പറഞ്ഞു? സ്വീപ്പിംഗ്. സ്വീപ്പിംഗ്. ഓക്കെ ഓക്കെ മാം ഞാനാ എന്താ ചെയ്യണേ? എനിക്ക് വേറെ ആരും ഇല്ല. ഞാൻ തന്നെ വീഡിയോ ഓൺ ആക്കുവാണേ. കാണാൻ പറ്റുമോ മാം? കാണാൻ പറ്റുന്നുണ്ട്. I present sweeping. First of all, take a dustpan and brush. Okay, ma'am. Thank you. Very good. Then next one. മാം ഞാൻ പോളിഷിംഗ് മിറർ ചെയ്യാവേ. പോളിഷിംഗ് മിറർ. ഓക്കെ മാം കാണാവോന്ന് പറയണേ. ഇങ്ങനെ വെച്ചാ കാണാവോ മാം? കാണാൻ പറ്റില്ല അല്ലേ? കാണാവോ? കാണാം. മിറർ കാണാം. മാം ഞാൻ നേരത്തെ തന്നെ മാറ്റി വിരിച്ചിട്ടിരിക്കുവാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്തേ. ഫസ്റ്റ് lay on a mat on the table. Then take a tray here. Then a mirror. 3 containers. Cotton. Cleansing lotion. A cotton cloth also here. Then remove the lid and squeeze the cleansing lotion. Then dip the cotton here, this lotion, and clean the mirror. Wipe the mirror. കാണാമോ മാം? കാണാം. Wipe the mirror. Then leave this here for a minute and ബാക്കി ഞാൻ മലയാളത്തിൽ പറഞ്ഞോളാം മാം. മതി മലയാളം മതി. ക്ലീൻ ചെയ്തതിന് ശേഷം കോട്ടൺ ഇവിടെ കീപ്പ് ചെയ്യുക. കുറച്ച് സമയത്തേക്ക് വെച്ചതിന് ശേഷം ഉണങ്ങാൻ സമയം കൊടുത്തതിന് ശേഷം ഈ കോട്ടൺ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കളയുക. അതിനുശേഷം ഈ വൃത്തിയുള്ള കോട്ടൺ തുണി എടുത്ത് ഒന്നുകൂടി വൈപ്പ് ചെയ്ത് മിറർ തിരിച്ചു വെക്കുക. അതിനുശേഷം ഈ ഇതിനു വേണ്ടി എടുത്ത ഐറ്റംസ് എല്ലാം തിരിച്ച് ട്രേയ്ക്കുള്ളിലേക്ക് വെച്ചതിന് ശേഷം തിരിച്ച് ഷെൽഫിനകത്തേക്ക് വെക്കുക. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. നന്നായി ചെയ്തു കേട്ടോ. ഓക്കെ,
Then next one. മാം ആ ഞാൻ മോനെ കൊണ്ട് ചെയ്യുന്നതാണ് ടേബിൾ ക്ലീനിങ് ആണ്. ഏതാണ് ആക്ടിവിറ്റി? ടേബിൾ ക്ലീനിങ്. ടേബിൾ ക്ലീനിങ്. ഓക്കെ ഓക്കെ. ആ മോനാണ് ചെയ്യുന്നത്. ആ ഓക്കെ. കാണുന്നില്ല മാം? കാണാം. ഒരു സൈഡിലോട്ടേക്ക് എടുത്തു. അവിടെ മോന്റെ പേരെന്തായിരുന്നു? പേരെന്താ? പേര് പറഞ്ഞു. ദൈവിക്. എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നേ? തേർഡ്. ഒരു സൈഡിലോട്ട് മുഴുവൻ 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 തുണി എടുക്കും. ആ ട്രെയിലെടുത്ത് മാറ്റും. മുഴുവൻ അവിടെ ഓക്കെ മാം. ഓക്കെ മോൻ ചെയ്തല്ലോ നന്നായിട്ട്. ഞാൻ ചെയ്യാം മാം. ആരാണ്? നസീഹത്ത് അല്ലേ? അതെ നസീഹത്ത്. ആ ഓക്കെ. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബോട്ടിൽസ്. ഓക്കെ. വോയിസ് ഇല്ലേ? വോയിസ് കേൾക്കുന്നില്ലല്ലോ. ഹലോ, ശബ്ദം ഉണ്ടായിരുന്നില്ലല്ലോ. പറഞ്ഞൊന്നുമില്ലേ? ഹലോ, ക്ലിയർ ആയില്ല മാം? ആ ക്ലിയർ ആയി, പക്ഷേ വോയിസ് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, വോയിസ് അപ്പൊ ഞാൻ വോയിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെയ്യുമ്പോ വോയിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ല. ഞാൻ ചെയ്യും. ഓക്കെ, സാരില്ല സാരില്ല. അടുത്തത് ആരാണ്? ഞാൻ ചെയ്യാം. പറയട്ടെ. ഷെരീഫ ടേബിൾ ക്ലീനിങ്. മോള് ഷെരീഫ് ചെയ്തോളൂ. മോളാണ്. ഒരു മിനിറ്റ് ഇല്ല. മാം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഏതാണ് ആക്ടിവിറ്റി? ഏതാണ് ഷെരീഫ? ടേബിൾ ക്ലീനിങ്. ടേബിൾ ക്ലീനിങ്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുകയാണ് അവള്.
പേര് അൽഫ ഫാത്തിമ. മോളെ അൽഫ ഫാത്തിമ. ഓക്കെ പറയ്. അവള് പോയി മടിയായിട്ട് ഓടി. താത്താന്റെ പുസ്തകങ്ങൾ താത്ത പഠിക്കായിരുന്നു. അവളെ ബുക്കുകൾ അടുക്കി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാന്ന് എഴുതിയിട്ട്. എന്തെങ്കിലും ചെയ്തല്ലോ ചെറുത്. ഓക്കെ പറയ്. ഓക്കെ. ഇനി ആരാണ്? മിസ് ഞാൻ ചെയ്യാം. ഹസീന ഷിഹാബ്. ഹാൻഡ് വാഷ്. ചെയ്തോളൂ. കേൾക്കുന്നില്ലല്ലോ, കേൾക്കുന്നില്ല ഹസീന. 7 method in hand washing. First step, rub your palms together. Rub your hands by interlocking your fingers. Step 3, rub the back of your fingers and hands. Rub the back of your fingers and hands. Step 4, interlock your fingers. Rub the fingertips on palms of both hands in circular manner. Rub fingertips on palms of both hands in circular manner. Sixth step, rub the area between the fingers and thumb and rub the thumb in rotating manner. Rub the area between index fingers and thumb and rub the thumb in rotating manner. Rub the both wrists in rotating manner. Rub the both wrists rotating manner. Thank you, ma'am. Okay, very good. Then next activity ആരാണ്? മാം ജയശ്രീ അരുൺകുമാർ ഇന്ന് വയ്യാത്ത കാരണം ആള് ഇന്ന് കേറണില്ല. അതുകൊണ്ട് ആക്ടിവിറ്റി നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് ഇല്ല നമുക്കിനി. അതെ, അപ്പൊ ആള് വീഡിയോ ആൾക്ക് ഭയങ്കര ശ്വാസം എന്തായാലും ജയശ്രീ വരുന്നുണ്ടോ? പ്രാക്ടിക്കലിൽ വരുന്നുണ്ടോ? ജയശ്രീ അറിയില്ല കേട്ടോ മാം. ജയശ്രീ അവിടെ കേറിയിട്ടുണ്ട് ആള് വയ്യാത്ത. സംസാരിക്കാൻ പറ്റില്ല. 28ന് എനിക്ക് കിട്ടില്ല. ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അവര് ലീവ് തന്നില്ല. സോ മാർച്ച് 8ന് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാം. 8ന് വരാന്നുള്ള ഒരു രീതിയിലായിരിക്കണേ. അത് 25 ആൾക്കാരായാലല്ലേ. എന്തായാലും 8ന് വരണം എന്ന് തന്നെ വിചാരിച്ചിട്ടിരിക്കണേ. ചെയ്യുന്നുണ്ടോ മോള്? പറ്റുമോ? ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. ഞാൻ ചെയ്യാൻ റെഡി ആയിട്ട് ഇരുന്നതായിരുന്നു. പിള്ളേരും ഇല്ല, അവരും പുറത്തു പോയേക്കാം. അല്ലെങ്കിൽ അവരെ കൊണ്ടെങ്കിൽ ഞാൻ ചെയ്യിച്ചേനെ. സാരില്ല, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം. ആ നമ്പറിലേക്ക് ഒന്ന് ആ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. ഞാൻ മോളെ കൊണ്ട് ചെയ്യിച്ചിട്ട് വീഡിയോ ഇടാം. ശരി ശരി. ഇനി 8ന് വരുവാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് കാണിച്ചു തന്നാൽ മതി. ശരി. ഓക്കെ. അപ്പൊ ഇക്കുള്ളൂ, ലീവ് ആയിക്കോളൂ കേട്ടോ. Then next ആരാണ് ആക്ടിവിറ്റി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ സുജാത? മാം ഫോൾഡിങ് ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ട്. ഫോൾഡിങ് ക്ലോത്ത് ചെയ്തോളൂ കേട്ടോ.
കൈകൊട്ടുണ്ടായിക്കും പോകുന്നുണ്ട്. നല്ലായിരുന്നു കേട്ടോ മോളു. കൈ താങ്ക് യു മെമ്പർ. Thank you, ma'am. ഓക്കെ, വെൽക്കം. നെക്സ്റ്റ് ആരാണ്? ഇനി ആരെങ്കിലും ഉണ്ടോ? മാം ഗ്രീറ്റിംഗ്സ് ആര്യലക്ഷ്മി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആളിന്ന് കേറിയിട്ടില്ല എന്ന് തോന്നുന്നു. കേറിയിട്ടില്ല അല്ലേ? തോന്നുന്നു. ശില്പ ഒന്നും ചെയ്തില്ലല്ലോ, കണ്ടില്ല. അത് മാം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. രണ്ട് കാര്യമുണ്ട്. ഒന്ന് എൻ്റെ ഒരു ആക്ടിവിറ്റി കാണിച്ചു തരാം, പിന്നെ മറ്റൊന്ന് സജിന്റെ മരിപ്പായിട്ട് പോയേക്കുവാണ്. അപ്പൊ ആള് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടൊന്ന് പറഞ്ഞേക്കുമെന്ന് ചോദിച്ചു. അപ്പൊ മാമിനെ അയക്കാൻ പറഞ്ഞ വോയിസ് ഒന്നും ആള് കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല, എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനും അറിയില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു. ഞാൻ ചെയ്യാട്ടോ മാം. മാം ശരിയാകുന്നുണ്ടോ? എന്നെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, എന്നിട്ട് അയക്കട്ടോ മാം. ശില്പ അത് എടുത്തിട്ട് ബാക്ക് പോയിട്ട് ഏത് ഫോൾഡറിലാണ് എടുക്കണേ വെച്ചാൽ അവിടുന്ന് എടുത്താൽ മതി. ഓക്കെ, താങ്ക് യു. പോയല്ലോ. ശില്പ കട്ടായി തോന്നുന്നു മാം. കോള് വന്നിട്ട് കട്ടായത് എന്താണോ എന്ന സംശയം. സോറി മാം, അത് കാണാമായിരുന്നോ? കാണാൻ പറ്റുന്നുണ്ട്. മാം കേൾക്കാവോ? കേക്കാം. ഹലോ ശില്പ കേക്കാം. മാം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ലേ? കൈ കൊണ്ടിട്ടേ അതിന്റെ അതെ സൗണ്ട് ഫുൾ മ്യൂട്ട് ആയിട്ടുണ്ടാവും. സൗണ്ട് മ്യൂട്ട് ആയോ നോക്കൂ കേട്ടോ. ഓക്കെ മാം, ഇപ്പോ ഷെയർ ചെയ്ത് കാണാൻ പറ്റിയിരുന്നോ മാം? ഇല്ല, ഇപ്പൊ എന്നെ തന്നെയാ കാണുന്നത് സ്ക്രീനില്. അല്ല, ആദ്യം ചെയ്തപ്പോ കാണാൻ പറ്റിയിരുന്നോ? കാണാൻ പറ്റി. കുട്ടി ചെയ്യുന്നത് ഫണല് വെച്ച് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് കാണാൻ പറ്റി, പിന്നെ കട്ടായി. ഓക്കെ മാം, ഞാൻ ചെയ്യാവേ. ഓക്കെ, ശില്പ ചെയ്തുട്ടോ, കണ്ടുട്ടോ. ഓക്കെ മാം, ഞാൻ സജനയുടെ കുട്ടിക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട് കേട്ടോ. അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവാ. താങ്ക് യു മാം. സജിനയുടെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
സൗണ്ട് ഇല്ല ശില്പ, സൗണ്ട് ഇല്ല, വോയിസ് വരുന്നില്ല. The sponge uses to keep the rock falling water. Nature, water copying from a jug to another jug. Then start our activity. Then water jug another do this activity. Then this process, then water copying to another jug. This activity, where children sport right materials from one container, one jug to another jug. By doing this, children get refining fine motor skills and fasting concentration. Very good. ഓക്കെ, ഇനി എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ? മാം ഹലോ. പറഞ്ഞോളൂ ജയശ്രീ. മോള് വന്നു, ഞാൻ മോളെ കൊണ്ട് ചെയ്ത് കാണിക്കാം. ചെയ്യാന്ന് പറഞ്ഞു. ക്യാരറ്റ് കട്ടിംഗ് ആയിരുന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്ന ആക്ടിവിറ്റി. സോ ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കാം. പീൽ ചെയ്യാൻ അവൾക്ക് അറിയില്ല. സോ ഞാൻ ക്യാരറ്റ് പീൽ ചെയ്തിട്ട് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കയ്യില്. കട്ട് ചെയ്ത് കാണിച്ചു തരാന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. പൊന്നു എടി ഒറ്റ സെക്കൻഡ്. First we have to put a mat and then you have to place a cutting table on that. Then materials we needed a knife, a peeler and carrot. So first we have to peel the carrot and then have to wash it. Then she's going to cut it. Cheyi kanki. കാണുന്നുണ്ടോ മാം? കാണുന്നുണ്ട്. മതിയോ? മതി. ഓക്കെ താങ്ക് യു. അപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാം? ടെക്നിക്കൽസിന് വരുമ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ വീഡിയോ ഡ്രസ് ഫോൾഡിംഗ് ഒന്ന് കാണിക്കായിരുന്നു. ഓക്കെ ചെയ്തോളൂ.
കാണാമല്ലോ അല്ലേ? കാണാം കാണാം. സ്റ്റാർട്ട് ചെയ്തു. താങ്ക് യു പറ. മോന്റെ പേരെന്താ? പേരെന്താ മോന്റെ? മോന്റെ പേര് പറ. റയാൻ ജസ്റ്റിൻ. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് പിന്നെ തീർന്നെന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും ചെയ്യാനായിട്ട് ആക്ടിവിറ്റി ആരെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കൂട്ടം കാണിച്ചു തരാം. കാണുന്നുണ്ടോ നിങ്ങള്? നോക്കിയേ, കാണുന്നുണ്ടോന്ന്? കാണുന്നുണ്ടല്ലേ? ഇതാണ് ബ്രൗൺ സ്റ്റെയർസ് കേട്ടോ. റെക്കോർഡിലുണ്ടോ നിങ്ങളുടെ? യെസ് മാം. ബ്രൗൺ സ്റ്റെയർസ് ആണിത്. ഓക്കെ, എത്ര ഉണ്ട് മൊത്തം? ടോട്ടൽ എത്ര ഉണ്ട്? അറിയാമോ? മാം ഞങ്ങൾ 11 എണ്ണമാണ് ഉള്ളത്. അതിനകത്ത് 10 എണ്ണം നമ്മള് സ്റ്റെപ്പുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. 11ാമത്തേതാണിത്. ഇതിനെ പറയുന്നതാണ് കൺട്രോൾ ഓഫ് എറർ. ഓക്കെ, കുട്ടികൾക്ക് ലെവൽസ് ഒക്കെ നോക്കാനായിട്ട്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ലെവലൊക്കെയാണോ ഈ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികളെ സഹായിക്കുന്നതാണ് ബ്രൗൺ സ്റ്റെയർസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയാൽ നിങ്ങള് പ്രാക്ടിക്കലിൽ വരുമ്പോൾ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ? ഇത് ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് ലെവലിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഈ കൺട്രോൾ ഓഫ് എറർ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ലെവലിലാണോ ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. കാണാൻ പറ്റുന്നല്ലോ, എനിക്ക് മനസ്സിലായി. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ? അപ്പോ ഇതിന്റെ അതായത് ഇത് കറക്റ്റ് ലെവലിലല്ല എങ്കിൽ ഇതിനെ നമ്മൾ മിസ്മാച്ച് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ ലെവല് കറക്റ്റ് അല്ല വെക്കുന്നതെങ്കിൽ കൺട്രോൾ ഓഫ് എറർ ഉപയോഗിച്ചുകൊണ്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ കറക്റ്റ് നമുക്ക് ഷേപ്പ് അവിടെ കിട്ടില്ല, ലെവല് കിട്ടില്ല. അത് അറിയാനായിട്ട് കൺട്രോൾ ഓഫ് എറർ കൊണ്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ബ്രൗൺ സ്റ്റെയർസ് സ്റ്റെയർ ആയിട്ട് വെക്കുന്നത് നമ്മൾ 10 എണ്ണമാണ്. അതിനകത്ത് കൺട്രോൾ ഓഫ് എറർ കൂടി കൂട്ടിയിട്ട് 11 എണ്ണമാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ഇതാണ് കണ്ടോ? ഒരെണ്ണം കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പൊ കുറച്ചും കൂടി പരിചിതമായിട്ട് തോന്നും. ഇത് എന്തിന്റെ ഷേപ്പ് എന്താണെന്ന് നോക്കിയേ നിങ്ങള്? എന്തായിട്ട് തോന്നുന്നു ഇതിനെ കണ്ടു കഴിഞ്ഞാല്? കൊതുക് തിരി. കൊതുക് തിരി ആയിട്ട് തോന്നും അല്ലെ? പക്ഷെ കൊതുക് തിരി അല്ല. കുട്ടികളുടെ പ്രീ റൈറ്റിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ലൈറ്റ് പെൻ പോലെ ഒരു സംഭവം ഉണ്ട് ഇതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതായത് ഇത് ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ട് കറക്റ്റ് ഇതിന്റെ മീതെ ഇങ്ങനെ വരപ്പിക്കും. ഓക്കെ, അപ്പൊ തിരിയുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും, അതായത് ടേൺ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അവർക്ക് മനസ്സിലാകും ഇത് കറക്റ്റ്, ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്, സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എവിടെയാണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല ഷേപ്സ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ സ്ക്വയർ ആണ്, സർക്കിൾ ഉണ്ട് കണ്ടോ. ഇതാണ് ശരിക്കും കൊതുക് തിരി എന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടോ, ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരപ്പിക്കും കുട്ടികളെ. പ്രീ റൈറ്റിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഒരിടത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് വെക്കും. ഇതിനൊരു ബോർഡ് ഉണ്ട് പ്രത്യേകം, ആ ബോർഡിൽ വെച്ചിട്ടാണ് ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്.
പല ഷേപ്പിൽ വരുന്നുണ്ട് കണ്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ്, ഇത് രണ്ടുമാണ് നിങ്ങളെ കാണിക്കാനായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണെന്ന്. ഈ ഒരു സെഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മളിനി പ്രാക്ടിക്കൽസിനാണ് കാണാം. പറഞ്ഞോട്ടെ. എന്താ അസൈൻമെന്റ് കുറച്ചുകൂടി വർക്ക് ഷെരീഫ പറഞ്ഞേ. അസൈൻമെന്റ് വർക്ക് കുറച്ചുകൂടി ചെയ്യാണ്ട് ചെയ്ത് തീർക്കാന്ന് പറയുന്നത് ലാസ്റ്റ് ഡേ ചെയ്യണത്. ആക്ടിവിറ്റി കുറച്ചുകൂടി ചെയ്യാനുണ്ടെന്നോ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ മിസ്സേ. നമ്മുടെ ലാസ്റ്റ് അസൈൻമെന്റ് തന്നിട്ടുണ്ടല്ലോ, അത് ആ ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞതും കൂടി തമ്മിൽ എന്തോ ഒരു ഡിഫറൻസ് ഉള്ള മാതിരി ഒരു കൺഫ്യൂഷൻ. ഇതാണ് ആ ആക്ടിവിറ്റി ഉണ്ടല്ലോ, ഫോറിങ് ആക്ടിവിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അതിന്റെ അത് ക്ലാസ്സിൽ പറഞ്ഞതും ക്വസ്റ്റ്യൻ തന്നതും തമ്മിൽ എന്തോ ഒരു അങ്ങോട്ട് ക്ലിയർ ആയില്ല. ഞാൻ ടോപ്പിക് ഇട്ടിട്ടുണ്ടോ? അസൈൻമെന്റ് ടോപ്പിക് ഇട്ടിട്ടുണ്ടോ? നമ്മൾക്ക് പ്രസന്റ് ചെയ്യാനല്ലേ പറഞ്ഞത്? അല്ല, നമുക്ക് റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് റൈറ്റ് എ 5 സെന്റൻസ് ഈച്ച് എന്നാണ് മിസ് ഇതിൽ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. പക്ഷെ ടീച്ചർ ക്ലാസ്സിലാന്ന് പറഞ്ഞത് അതിലൊരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു. നമുക്ക് PDF ഒരു പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫിൽ നിന്ന് 5 സെന്റൻസ് എടുത്തെഴുതിയാൽ മതി എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് പക്ഷെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എക്സസൈസ് റൈറ്റ് എ 5 സെന്റൻസ് ഈച്ച് എന്നാണ്. ഓക്കെ, ഓരോ എടുത്ത് എഴുതാനാണല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ചെയ്താൽ ഞാൻ ടോപ്പിക് മാറ്റി കൊടുക്കാം. നിങ്ങൾ സബ്മിറ്റ് ചെയ്തോ? ഞാൻ സബ്മിറ്റ് ചെയ്തു. ഞാൻ ഏകദേശം അങ്ങനെ എല്ലാത്തിനും ഇത് എഴുതിയില്ല. ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് പോലെ പ്രാക്ടിക്കൽ ലൈഫിനെ പറ്റിയിട്ട് എഴുതി അങ്ങനെ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പൊ അവരെ ഓക്കെ, ഇതൊന്നും ആയില്ല, കറക്റ്റ് ആയിരുന്നു, മാർക്ക് വന്നു. കുഴപ്പമില്ല, അത് ഞാൻ ഇവിടെ നോക്കിക്കോളാം. നിങ്ങൾ സബ്മിറ്റ് ചെയ്തോളോട്ടോ. ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് സബ്മിറ്റ് ചെയ്താൽ മതി. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റി വെക്കാം. അവിടെ ചെന്നിട്ട് ടെക്നിക്കൽ ചെന്നിട്ട് ഞാൻ മാറ്റിയേക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഡൗട്ട് ഒന്നും ആർക്കും വേണ്ട. ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആക്ടിവിറ്റി കൊടുത്തിരുന്നില്ലേ, ഇപ്പൊ ഓരോരുത്തരുടെ പേര് വിളിച്ച് കൊടുത്തിരുന്നില്ലേ? അപ്പൊ അതില് ഞാൻ കുറച്ച് ദിവസമായി കയറിയിരുന്നില്ല, മംസ് ആയിരുന്നോണ്ടേ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് വിളിക്കാത്തവർ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി വീഡിയോ ആക്കി ചെയ്താൽ മതിയോ? മതി മതി, അത് മതിയാകും. ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാം. എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് ഒന്ന് സെൻഡ് ചെയ്താൽ മതി സാറിന്. ഓക്കെ മാം, താങ്ക് യു. എന്തായാലും സെൻഡ് ചെയ്യണം കേട്ടോ. ഞാനപ്പോ ഇന്നലെ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് തന്നെയാണ് പറഞ്ഞത് സാറിന്റെ നമ്പറിലേക്ക് അവരുടെ വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യാൻ പറയാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യണ്ട വീഡിയോ ചെയ്യണ്ട. ചെയ്തോലിഞ്ഞ് ചെയ്യണ്ടേ? വീഡിയോ ചെയ്തവരിഞ്ഞ് ചെയ്യണ്ടേ? വീഡിയോ ചെയ്തവര് ചെയ്യണം. എല്ലാവരും നിർബന്ധമായിട്ട് ഒരു വീഡിയോ സെൻഡ് ചെയ്തിരിക്കണം ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട്. ഓക്കെ, മനസ്സിലായോ? ഷെരീഫൊക്കെ ഏത് ആക്ടിവിറ്റി ആണ് ഇപ്പോ? ഷെരീഫ് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? ഷെരീഫ് ചെയ്തോ? അതിന് ടേബിൾ ക്ലീനിങ് ചെയ്തു, മോളെ കൊണ്ട് ചെയ്യിച്ചു. ചെയ്തു അല്ലേ? ടേബിൾ ക്ലീനിങ് ചെയ്തപ്പോ ഇല്ല, ഞാൻ ഈ ക്ലാസ്സില് ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പൊ ചെയ്തില്ലേ, അപ്പൊ ഇനി ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാന്. അങ്ങനെയാണോ ഇത് ചെയ്യണോന്ന് ചോദിച്ചത്. നിങ്ങള് ചെയ്തെന്ന് ബോധ്യം വരണം അല്ലേ? നമ്മള് വെറുതെ കാണിച്ചിട്ട് കാര്യമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് അറിയണ്ടേ? അപ്പൊ ഒരു വീഡിയോ എടുക്കുക, അതിന്റെ മോനെ കൊണ്ട് ഒന്നുകൂടി ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിന്റെ വീഡിയോ എടുക്കുക, ഷെയർ ചെയ്യുക. എല്ലാരും ചെയ്യണോട്ടോ നിർബന്ധമായിട്ട്. എല്ലാവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇവിടെ എല്ലാവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ചത് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ,
പക്ഷെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അതെന്തായാലും വീഡിയോ എടുത്ത് ഷെയർ ചെയ്യണം. ഒരു ആക്ടിവിറ്റി മതി, ഒരെണ്ണം മതി, ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഓക്കെ, എന്താ ആക്ഷൻ സോങ് വീഡിയോ എടുത്ത് അയക്കണോ? ആക്ഷൻ സോങ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ആക്ടിവിറ്റി മതി നമ്മൾ ചെയ്യുന്നത്. ആദ്യം പറഞ്ഞിരുന്നു അങ്ങനെ ആക്ഷൻ സോങ് വീഡിയോ കൊറേ നാൾ മുമ്പ് പറഞ്ഞിരുന്നു. ജിഷാമിസ് പറഞ്ഞിരുന്നോ? ജിഷാമിസ്സാ പറഞ്ഞത് ആക്ഷൻ സോങ് വീഡിയോ എടുത്ത് അയക്കണം. ആക്ഷൻ സോങ്ങിന്റെ വീഡിയോ എടുത്ത് അയക്കണമെന്ന് ജിഷാമിസ് ആണ് തന്നത്. പറഞ്ഞല്ലേ? അത് ഈ അടുത്താണോ പറഞ്ഞത് മിസ്? പറഞ്ഞിട്ട് കൊറേയായി. അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ചെയ്യണം. ആക്ടിവിറ്റി നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് അയക്കണം. ഓക്കെ, ചെയ്യാം. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആക്ഷൻ സോങ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യാനല്ലേ പറഞ്ഞിരുന്നേ? ക്ലാസ്സിൽ ചെയ്യാനല്ലേ പറഞ്ഞത്? അത് ഓരോരുത്തരും ചെയ്തല്ലോ. പിന്നെ വീഡിയോ എടുത്തിട്ട് വിടാൻ പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊറേ നാൾ മുമ്പ് വീഡിയോ എടുത്ത് വെച്ചേക്ക്, എന്നിട്ട് ടീച്ചർ മിസ് പറയുമ്പോ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, കറക്റ്റ് അറിയില്ല, അത് വേണ്ടാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അതിനെ കുറിച്ച്. ഈ കാര്യം വീഡിയോയുടെ കാര്യം ഞാൻ പെർമിഷൻ ചോദിച്ചപ്പോ സാർ അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് ചെയ്യാം എന്തായാലും. അത് ആരും മുടക്കം വരുത്തണ്ട കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറെ പേര് വരുന്നുണ്ട്. 28-ന് വരുന്നുണ്ട്, പിന്നെ 8-ന് ഇത് ബുക്കുവാണെങ്കിൽ അന്നും വരും ചിലപ്പോ. അപ്പൊ നിങ്ങൾ വരുമ്പോൾ ലഞ്ച് കൊണ്ടുവരാം കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? ലഞ്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് ലഞ്ച് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ലഞ്ച് കൊണ്ടുവരാത്തവരാണെങ്കിൽ പുറത്ത് ഷോപ്പുകളുണ്ട്, കടകൾ അവൈലബിൾ ആണ് അടുത്ത് തന്നെ പറവൂര്. അവിടെ പോയിട്ടും കഴിക്കാം കേട്ടോ. ഹലോ, ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ കയറില്ല. എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലേ ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് ആന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്ലാസ് ഉണ്ടാവേയില്ലേ? ഇനി ക്ലാസ് ഉണ്ടാവില്ല. മിക്കവാറും എന്തെങ്കിലും ഡൗട്ട് ക്ലിയറിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ. അപ്പൊ ഇനി എക്സാം ഒക്കെ നിങ്ങളോട് പറയും, അതിന്റെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ, വിശദമായിട്ട് പറയും. അപ്പൊ മിസ്സിനെ എനിക്ക് കാണാൻ പറ്റൂലേ? പ്രാക്ടിക്കലിനല്ലാണ്ട് പ്രാക്ടിക്കലിന് വരാൻ പറ്റില്ല, അതുകൊണ്ട്. പ്രാക്ടിക്കലിന് വരുന്നില്ലേ? ഇല്ല മിസ്സേ, എനിക്ക് ഞാൻ PSC നോക്കുന്നുണ്ടായിരുന്നേ. PSCയും ആർമിയുടെ കുറച്ച് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, റെയിൽവേയുടെ കുറച്ച് എക്സാംസ് ഒക്കെ വരുന്നുണ്ട് 8-ാം തീയതിയൊക്കെ. അതൊക്കെ ഒരു 1-2 കൊല്ലമായിട്ട് എന്റെ പുറകെ നടക്കണേന്ന്. അപ്പൊ ഇതിനെങ്കിലും ഒന്ന് പിടിച്ചില്ലേ ശരിയാവൂല. ഇല്ല മിസ്സേ, 8-ാം തീയതിയാണ് എനിക്ക് എക്സാം. 2ാമത്തെ ഷിഫ്റ്റിനാണ് എനിക്ക് എക്സാം. അപ്പൊ എനിക്ക് കോട്ടയത്ത് വെച്ചാണ് എക്സാം. RRBയുടെ കഴിഞ്ഞ വർഷം അയച്ചത്, 1 വർഷത്തിന് മുകളിലായി അയച്ചിട്ട്. അപ്പൊ അതിന്റെ എക്സാം വന്നത് ഇപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ പുറകെ നടക്കുകയാണെങ്കിൽ അത് തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക. കിട്ടും. കൊറേ നാളായിട്ട് എന്റെ പുറകെ ഡിഗ്രി തൊട്ട് ഇതിന്റെയൊക്കെ പുറകെ ആർമി എന്നൊക്കെ പറഞ്ഞ് നടക്കുക. പക്ഷെ ഒന്നും കിട്ടാണ്ടായപ്പോ അങ്ങനത്തെ എക്സാം ഒക്കെ എങ്ങനെയാ നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വരാനും പറ്റില്ല. ഇപ്പൊ നാളെയും ക്ലാസ്സിലെന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഇതിന്റെയൊക്കെ പുറകെ ആയതുകൊണ്ട് ഫുള്ള് ഇതിന്റെ പുറകെയാണ്. ക്ലാസ്സിലും പോണം, പിന്നെ ഇപ്പൊ റെക്കോർഡൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ പ്രാക്ടിക്കലിന് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഇതുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ക്ലാസ് ആണോ മിസ്സിനെ ഒന്നും കാണാൻ പറ്റില്ലേന്ന്. ഇല്ല, എനിക്ക് കാണാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ലെങ്കിൽ സെഷൻ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ സെഷൻ വെക്കുമായിരിക്കും. കറക്റ്റ് ആയിട്ട് അറിയില്ല. കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു എന്റെ ക്ലാസ് വരേണ്ടിയിരുന്നത്. അപ്പൊ ഞാൻ ജിഷൻസിനോട് പ്രത്യേകം പറഞ്ഞു, കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അടുത്ത ആഴ്ച പ്രിപ്പയർ ചെയ്യുക. അപ്പൊ എനിക്ക് ട്യൂസ്ഡേ മതിയാവും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് വന്നത്. PG ക്ലാസ് ഉണ്ടാവും. PG ക്ലാസ്സിൽ കാണാനായിട്ട് പറ്റും. അതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മാം, നമുക്ക് ഈ റെക്കോർഡുകൾ വരുമ്പോഴേക്കും തീർന്നത് കൊണ്ടുവന്നാൽ പോരെ? അതോ നിർബന്ധമായിട്ടും എല്ലാം തീർത്ത് കൊണ്ടുവരണം എന്നുണ്ടോ?
ഇല്ല ഇല്ല, അങ്ങനെ ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് തീർന്നതാണെങ്കിൽ കൊണ്ടുവരാം, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. മിസ് എന്നോട് ഏൽപ്പിച്ചതാണത്. ഇപ്പൊ നമുക്ക് എന്നോട് പറഞ്ഞ നമുക്ക് രണ്ടോ കൂടെ പെട്ടെന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനിഷ് ആവുമല്ലോ, അത് കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പൊ തീരുവാണെങ്കിൽ തീർന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാം, അങ്ങനെയാകുമ്പോ നമുക്ക് മാർക്ക് തരാമല്ലോ. ഓക്കെ മാം. അപ്പൊ കൊണ്ടുവന്നാ മതി. ക്ലാസ്സിൽ എഴുതിക്കൊണ്ടിരുന്ന പ്രാക്ടിക്കലിന് ഇപ്പൊ നേരത്തെ കിട്ടിയിട്ടില്ല, PDF ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കേൾക്കുന്നില്ല കേട്ടോ സ്മിത. ക്ലാസ്സിൽ എഴുതിക്കൊണ്ടിരുന്ന കേൾക്കാമോ? ഇല്ല, ഭയങ്കര സ്ലോ ആണ്, എനിക്ക് കറക്റ്റ് ക്ലിയർ ആവുന്നില്ല. അതെ, ക്ലാസ്സിലെ ഒരു റെക്കോർഡ്, 5th റെക്കോർഡ് ഞങ്ങൾ ക്ലാസ്സിലാണ് എഴുതണത്. അപ്പൊ അത് ക്ലാസ്സിൽ എഴുതി തീരാത്ത കാരണം അത് ഞാൻ എഴുതിയിട്ട് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മിസ്സിന്റെ കുറച്ച് കറക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മിസ് കഴിഞ്ഞ ആഴ്ചയും ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതിന്റെ പിന്നാലെ ആയതുകൊണ്ട് മിസ്സിന് അത് എനിക്ക് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് നാളെയായിട്ട് കറക്റ്റ് ചെയ്ത് തരാം, എന്നിട്ട് എഴുതി തുടങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നെ നാളെയായിട്ട് ബാക്കിയുള്ള കറക്ഷൻസ് ചെയ്ത് തരാന്നാ പറഞ്ഞത്. അപ്പൊ അത് ഞങ്ങൾക്ക് 5th റെക്കോർഡ് കൊണ്ടുവരാൻ പറ്റും തോന്നുന്നില്ലേ, ബാക്കി 4 കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അത് മതി, അങ്ങനെ കൊണ്ടുവന്നാൽ മതി. നമ്മൾ അവരെ കമ്പൽ ഏൽപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് പറ്റാവുന്ന തരത്തിൽ കൊണ്ടുവന്നാൽ മതി കേട്ടോ. കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ചെയ്തു തരാം, അപ്പൊ തന്നെ നമ്മൾ കാണുമല്ലോ. പിന്നെ നമ്മളിത് കാണുന്നില്ലല്ലോ നിങ്ങളെ, അപ്പൊ കാണാനുള്ള ഒരു അവസരം, അത് കൊണ്ടുവരാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞെന്ന് മാത്രം കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി വേറെ ഒന്നും ഇല്ലല്ലോ പറയാനായിട്ട്. അപ്പൊ നന്നായിട്ട് എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യാ, ഇത്രയും നാള് കഴിഞ്ഞ മാർച്ച് തുടങ്ങി 1 വർഷക്കാലമാകാൻ പോകുന്നു നമ്മുടെ ജേർണി അല്ലേ, നമ്മുടെ യാത്ര ഒരുമിച്ചുള്ള. എത്ര പെട്ടെന്നാണ് പോയതെന്ന് എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ, അതായത് മോണ്ടിസോറി കോഴ്സ് എടുത്തുകൊണ്ടുള്ള പ്രയോജനങ്ങൾക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഒക്കെ ധാരാളം കിട്ടിയിട്ടുണ്ടാകും. അത് നിങ്ങളുടെ ലൈഫിൽ പകർത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും ആ ഒരു പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് നോക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? അത് ഇപ്പൊ നമുക്ക് 28-ാം തീയതി വരണുണ്ടല്ലോ, അന്ന് റെക്കോർഡ് തീർന്നില്ല. പിന്നീട് ഒരു ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചിട്ട് മിസ് ഉള്ള ദിവസം ഒരു ദിവസം വന്നിട്ട് റെക്കോർഡ് സൈൻ ചെയ്തു തരും എക്സാമിന് മുമ്പ്. ചെയ്യാൻ പറ്റും? പ്രശ്നമൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ജിഷാമിസിനോട് നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ട്. ജിഷാമിസിനോട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മിസ്സിനോട് ഇപ്പൊ പറയാം, കയറാനായിട്ട് പറയാം. പറയോ, ലാസ്റ്റ് അല്ലേ, പറയോ? ഞാൻ പറയാം, ഞാനൊന്ന് വിളിക്കട്ടെ കേട്ടോ. 1 സെക്കൻഡ്, ഒന്ന് ഓഫ് ആക്കുവാണേ.
ഞാൻ മിസ്സിനെ വിളിച്ചു, പക്ഷെ മിസ് എന്ത് തിരക്കിലാണ്. അപ്പോ മിസ് പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ തിയറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അതോർത്തും ആരും പറയൊന്നും ആവണ്ട. ഓക്കെ കേട്ടോ. അപ്പൊ എന്നാ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, സമയമായി. നമുക്കൊന്ന് ഇനി പ്രാക്ടിക്കലിന് കാണാം കേട്ടോ. പ്രാക്ടിക്കലിന് താങ്ക് യു മിസ്. ഞങ്ങളെന്നും ഓർത്തിരിക്കും. ഞങ്ങളെ ഒരുപാട് കാലത്തെ ഇടയിൽ വന്ന് ഞങ്ങളെ പഠിപ്പിച്ച മിസ്സുമാരാണ്. ചെറുപ്പത്തിലത്തെ മിസ്സുമാർക്ക് വേറൊരു ഫീലാണ്. ഞങ്ങൾ ഇത്രയും പ്രായമായിട്ട് ഇപ്പൊ വന്ന മിസ്സുമാർ, ഇപ്പൊ ജിഷ മിസ്സായാലും അശ്വതി മിസ്സായാലും പിന്നെ സാറായാലും, സാറും ഇന്നലെ ഇതുപോലെ ക്ലാസ്സിൽ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അപ്പോ ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ പഠിച്ച കാരണം ഞങ്ങൾ ജീവിതത്തിൽ ഇനി മറക്കേയില്ല നിങ്ങളെ 3 ആൾക്കാരെയും. താങ്ക് യു മിസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഇരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ബൈ മിസ്.